ഒരു ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വരുന്നു. മെസ്സേജ് സ്റ്റീഫൻ കോശി എന്ന് പറയുന്ന ഒരാളുടെയാണ്. ആൻഡമാനിൽ നിന്നാണ് ആ മെസ്സേജ്. സഞ്ചാരം ഞാൻ ആൻഡമാനിലൂടെ 2023 ഫെബ്രുവരിയിലാണ് നടത്തിയിരുന്നത്. അന്ന് ഞാൻ ആൻഡമാൻ സന്ദർശിക്കുമ്പോൾ ഈ സ്റ്റീഫൻ കോശിയുടെ വീട്ടിൽ അല്ലെങ്കിൽ വീടിനോട് അനുബന്ധിച്ചുള്ള ഒരു ഹോം സ്റ്റേയിലാണ് ഞാൻ താമസിച്ചത്. മാംഗോ സ്റ്റേയ്സ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കെട്ടിടത്തിൽ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പോലെ എന്ന് വേണേൽ പറയാം. പക്ഷേ 6-7 മുറികളേ ഉള്ളൂ. ആ വീട്ടിൽ താമസിച്ചു എന്നത് മാത്രമല്ല, ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നത്, എൻ്റെ കൂടെ പലപ്പോഴും യാത്ര ചെയ്തത്, പല ദ്വീപുകളിലേക്കും പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത് ഒക്കെ ഈ സ്റ്റീഫൻ കോശിയായിരുന്നു. ഈ സ്റ്റീഫൻ കോശി 10-40 വർഷമായിട്ട് ആൻഡമാനിൽ താമസിക്കുന്ന, കുടുംബസമേതം താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജനിച്ചു വളർന്നത് ആൻഡമാനിൽ തന്നെയാണ്. ഇവർ രണ്ടുപേരും അവിടെ ഉദ്യോഗസ്ഥരായിരുന്നു, എൻജിനീയർമാരാണ്, ഭാര്യയും ഭർത്താവും. ഞാൻ അവിടേക്ക് ചെന്നത് അദ്ദേഹത്തെ വലിയ എക്സൈറ്റഡ് ആക്കി. 10-40 വർഷമായിട്ട് ആൻഡമാനിലാണെങ്കിലും അദ്ദേഹം സഞ്ചാരത്തിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്, സഫാരി സ്ഥിരം കാണുന്നയാളാണ്. ആ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷവും ഈ സ്റ്റീഫൻ കോശിയുമായിട്ടുള്ള ബന്ധം തുടർന്നു. അദ്ദേഹം സുപ്രധാന ദിവസങ്ങളിലും ചില പ്രത്യേക ദിവസങ്ങളിലും ഒക്കെ എനിക്ക് സന്ദേശങ്ങൾ അയക്കും. മാസത്തിലൊന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് വരും. അത് സാധാരണഗതിയിൽ വിശേഷങ്ങൾ ചോദിക്കുക എന്നതിലപ്പുറം വേറെ കഥകളൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ നന്ദി പ്രകടനമായിരിക്കും. സഞ്ചാരത്തിൽ അവരുടെ ഹോം സ്റ്റേയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ധാരാളം ആളുകൾ അവിടെ ബുക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നൊക്കെ പറഞ്ഞുള്ള സന്ദേശങ്ങൾ ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സന്ദേശം 2025 ജൂൺ മാസത്തിലാണ് എനിക്ക് ഈ മെസ്സേജ് വരുന്നത്. അപ്പോൾ അന്ന് വേറെയും ഒത്തിരി മെസ്സേജസ് അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വായിക്കാൻ പറ്റില്ല. ആ കൂടെ തന്നെ എൻ്റെ ഓഫീസിൽ നിന്നുള്ള എന്തോ ഒരു അടിയന്തര പ്രാധാന്യമുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നുകൊണ്ട് അത് കണ്ടു. ഞാനത് പിന്നീട് വായിക്കാമെന്ന് കരുതി മറ്റ് മെസ്സേജുകളിലേക്ക് പോയി. ഈ സ്റ്റീഫൻ കോശിയെ ഞാൻ പരിചയപ്പെടുന്നത് രസകരമായ രീതിയിലാണ്. ഞാൻ ആൻഡമാനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പെട്ടെന്നാണ് തീരുമാനിച്ചത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രമുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണല്ലോ ആൻഡമാൻ. അവിടെ പോകണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ശരി, ഇത്തവണ അവിടേക്ക് തന്നെ എന്ന് തീരുമാനിക്കുന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ആ ടിക്കറ്റ് കിട്ടിയത് കൊച്ചിയിൽ നിന്ന് കൽക്കട്ടയിൽ ചെന്ന്, കൽക്കട്ടയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കും, തിരിച്ച് പോർട്ട് ബ്ലെയറിൽ നിന്ന് ബാംഗ്ലൂർ വഴി തിരിച്ച് കൊച്ചിയിലേക്കും, ഇങ്ങനെ ഒരു ഫ്ലൈറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഏതായാലും അത് ബ്ലോക്ക് ചെയ്തു. നല്ല റീസണബിൾ പ്രൈസാണ്, ഇൻഡിഗോയുടെയാണ്. രാത്രി 9:30 കൊച്ചിയിൽ നിന്ന് പുറപ്പെടണം. കൽക്കട്ടയിൽ ഒരു 12 മണിയാകുമ്പോൾ എത്തും. പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ 5:30 കൽക്കട്ടയിൽ നിന്ന് പോർട്ട് ബ്ലെയറിലേക്കുള്ള ഫ്ലൈറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഫ്ലൈറ്റ്. അപ്പം ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഇനി അവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്യണം. അത്യാവശ്യം കൊള്ളാവുന്നൊരു താമസ സൗകര്യം വേണം. ഒരു 4 സ്റ്റാർ നിലവാരമൊക്കെ ഉള്ളതാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഈ ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയർ ഏരിയയിൽ നഗരഹൃദയത്തിൽ അധികം നല്ല ഹോട്ടലുകൾ കാണാൻ പറ്റുന്നില്ല. സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉണ്ട്, അത് പക്ഷേ നഗരത്തിൽ നിന്ന് ഇത്തിരി മാറി കടൽ തീരത്തും ക്ലിഫിലും ഒക്കെയാണ്. അപ്പോൾ വീണ്ടും ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ ആണ് ഒരു ഹോം സ്റ്റേ, മാംഗോ സ്റ്റേയ്സ് എന്ന് പറയുന്നൊരു പേര് കാണുന്നു. അത് നോക്കുമ്പോൾ അതൊരു ഹോം സ്റ്റേ ആണ്. ഞാൻ സാധാരണ ഹോം സ്റ്റേകളിൽ താമസിക്കാറില്ല. അതിൻ്റെ അസൗകര്യങ്ങൾ, അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവില്ല പലപ്പോഴും, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ ഇത് നോക്കുമ്പോൾ, ഈ ഫോട്ടോസ് കാണുമ്പോൾ വളരെ ഗംഭീരമായിട്ട് തോന്നി. നോക്കിയപ്പോൾ 6 മുറികളേ ഉള്ളൂ. ഞാനതിലെ കസ്റ്റമേഴ്സ് റിവ്യൂ ഒക്കെ ഒന്ന് വായിക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം. ഒരു 4 സ്റ്റാർ നിലവാരമുള്ള പുതിയ കെട്ടിടം, പണിതിട്ട് അധികകാലം ആയിട്ടില്ല, എല്ലാ നല്ല ഫെസിലിറ്റികളും ഉണ്ടെന്നൊക്കെ കാണുന്നു. മാത്രമല്ല, ഒരാൾ അതിനകത്ത് ഒരു ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതിയിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് യാത്രയുടെ അവസാന ദിവസം ഫ്ലൈറ്റിൽ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മടങ്ങാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ ഹോം സ്റ്റേയുടെ ഉടമ സ്റ്റീഫൻ കോശി തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ച് അടുത്ത ഫ്ലൈറ്റ് വരുവോളം അദ്ദേഹം എല്ലാ ആതിഥ്യമര്യാദയോടും കൂടി ഞങ്ങളോട് പെരുമാറിയെന്നും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സേവനവും ഹൃദ്യമായിരുന്നു ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, സ്റ്റീഫൻ കോശി, ഈ പേരൊരു മലയാളിക്കേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതൊരു മലയാളിയുടെ സ്ഥാപനമാണല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നോക്കി. അപ്പോൾ ഒരു ടെലിഫോൺ നമ്പർ കിട്ടി. ഞാൻ അതിൽ വിളിക്കുമ്പോൾ ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരനാണ് ഫോൺ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാണ് വിളിക്കുന്നത്. അയാൾക്ക് മനസ്സിലായി, ഭയങ്കര എക്സൈറ്റഡായി. അയ്യോ സാർ, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്നാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാർ ഞാനിപ്പോൾ ലണ്ടനിലാണുള്ളത്, ഞാൻ സ്റ്റീഫൻ കോശിയുടെ മകനാണ്, ഞാൻ ലണ്ടനിൽ പഠിക്കുകയാണ്, ഞാൻ പപ്പായുടെ നമ്പർ തരാം, നേരിട്ട് വിളിച്ചോളാവോ, അല്ലെങ്കിൽ പപ്പായുടെ സാറിൻ്റെ നമ്പറിൽ വിളിക്കാൻ പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് നമ്പർ തരൂ. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് അയച്ചു തന്ന ആ നമ്പറിൽ ഈ സ്റ്റീഫൻ കോശിയെ വിളിക്കുന്നു.
അപ്പോഴേക്കും ഈ മകൻ വിളിച്ച് ഇങ്ങനെ ഒരാൾ വിളിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഇദ്ദേഹത്തിനും ഭയങ്കര എക്സൈറ്റ്മെൻറ്റായി. കാരണം ഇദ്ദേഹവും സ്ഥിരമായി സഞ്ചാരം കാണുന്ന, നമ്മുടെ മറ്റു പരിപാടികളും പലതും കാണുന്ന, എൻ്റെ പല ആശയങ്ങളിലും ആവേശം കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിങ്ങ് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. എന്ത് സൗകര്യമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഇനി നമ്മുടെ ഹോം സ്റ്റേ താമസിക്കാൻ കൊള്ളില്ല എന്ന് തോന്നിയാൽ ഞാൻ തന്നെ വേറെ നല്ല ഹോട്ടൽ ബുക്ക് ചെയ്ത് തരാം. എന്ത് തന്നെ ആയാലും ആൻഡമാനിലേക്ക് വരണം. ആൻഡമാനിൽ വന്നാൽ എല്ലാ കാര്യങ്ങളും എന്ത് വേണമെങ്കിലുള്ള സഹായം ഞാൻ ചെയ്തു തരാം. കാരണം ഞാൻ 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഉദ്യോഗസ്ഥന്മാരെയും സംവിധാനങ്ങളെയും എനിക്ക് നിശ്ചയമുണ്ട്. ഏത് സ്ഥലവും എനിക്കറിയാം, അത്യാവശ്യം ചരിത്രം അറിയാം. അപ്പോൾ ഇതൊരു വലിയ എക്സൈറ്റ്മെൻറ്റായി. കാരണം നമുക്ക് ഇത്രയും സഹായങ്ങൾ ചെയ്ത് കിട്ടാൻ കഴിയുന്നൊരു മലയാളി ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഹോം സ്റ്റേ ഏത് സൗകര്യത്തിലും ആവട്ടെ, ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് തന്നെ അതേ വെബ്സൈറ്റിൽ കൂടെ തന്നെ ബുക്ക് ചെയ്യുന്നു, പേയ്മെൻ്റ് എല്ലാം കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസങ്ങളിലും ഇദ്ദേഹം എന്നെ വിളിക്കും, നമുക്ക് എവിടെയൊക്കെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാനൊരു ഐറ്റിനറി ഉണ്ടാക്കി ഓരോ ദിവസവും കാണേണ്ട കാഴ്ചകൾ. കൂടാതെ ഹാവ്ലോക്ക് എന്ന് പറയുന്ന ദ്വീപിലേക്കും മറ്റും നമുക്ക് പോകണമെങ്കിൽ ഫെറിയുണ്ട്. അത് കറ്റമരൻ ഫെറികളാണ്, അത് മോഡേൺ കറ്റമരൻ ഫെറികളാണ്. അപ്പോൾ അതിലൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം. ഈ ഫെബ്രുവരി മാസത്തിലാണ് നമുക്ക് പോകേണ്ടത്. 2023 ഫെബ്രുവരി മാസത്തിലാണ് പോകുന്നത്. അതൊക്കെ ഏറ്റവും പീക്ക് സീസണാണ്. അപ്പോൾ വളരെ നേരത്തെ ബുക്ക് ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനെ ഹാവ്ലോക്കിലേക്കൊക്കെ പോകണമെന്നുണ്ട്, അതിന് ടിക്കറ്റ് കിട്ടുമോ? അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നടത്തുന്ന പ്രസ്ഥാനങ്ങളാണ്, ധൈര്യമായിട്ട് ഇങ്ങനെ പോരെ. പോകേണ്ടതിൻ്റെ തലേദിവസം എപ്പോഴാണ് എവിടേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാനെല്ലാം അറേഞ്ച് ചെയ്തോളാം. അപ്പോൾ എനിക്ക് ആദ്യം ഒരു സംശയം, ഇദ്ദേഹം വെറുതെ തള്ളുന്നതാണോ അതോ അവിടെ ചെന്ന് കഴിഞ്ഞ് പ്രശ്നത്തിലാവുമോ? ഏതായാലും ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ച് യാത്ര പുറപ്പെടുന്നു. ഞാൻ കൊച്ചിയിൽ നിന്ന് വൈകുന്നേരം 9:30, രാത്രി 9:30 ഫ്ലൈറ്റിൽ കൽക്കട്ടയ്ക്ക് പറക്കുന്നു. കൽക്കട്ടയിൽ പാതിരാത്രി കഴിയുമ്പോഴത്തേക്ക് എത്തുന്നു. പുലർച്ചെ 5:30 പിന്നെ അവിടെ നിന്നുള്ള ഫ്ലൈറ്റ്. അപ്പോൾ കൽക്കട്ട എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മനോഹരമായ എയർപോർട്ടുകളൊന്നാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണത്. ഏതാണ്ട് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിലൊന്ന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടുകളിലൊന്ന്. ഈ എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ടെർമിനലിൽ തന്നെ നമ്മളിങ്ങനെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നടക്കുന്നിടത്ത് അവിടെയെല്ലാം പല കിയോസ്കുകളുണ്ട്, മദ്യം വിൽക്കുന്ന കിയോസ്കുകളാണ്. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ അവിടെ ഒരു ദേവീ വിഗ്രഹമുണ്ട്, കാളിയുടെ ഒരു വിഗ്രഹമാണെന്ന് തോന്നുന്നു. അത് ലൈറ്റപ്പൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു ഭക്തിയുടെ ഒരു പ്രതിഫലനമായിട്ട് കൽക്കട്ടക്കാരാണല്ലോ വെച്ചതായിരിക്കുന്ന. അവിടെ ചെല്ലുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അതാണ് ലോകത്താദ്യമായിട്ടൊരു ദേവതാ വിഗ്രഹം കമ്പ്യൂട്ടറിൽ 3D പ്രിൻറ്റിങ്ങിലൂടെ സൃഷ്ടിച്ചെടുത്തത്. അതിനെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതായത് കമ്പ്യൂട്ടർ 3D പ്രിൻറ്റിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവ വിഗ്രഹം അവിടെ ഇരിക്കുന്നു. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ അങ്ങേയറ്റവും ഈശ്വരചിന്തയുടെ ഇങ്ങേയറ്റവും കൂടിയുള്ള ഒരു ഒത്തുചേരൽ അവിടെ. ഏതായാലും രാവിലെ പുലർച്ചെ കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് പുറപ്പെട്ടു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഉയർന്നു തുടങ്ങുമ്പോഴത്തേക്ക് അങ്ങ് ചക്രവാളത്തിൽ നേരത്തെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഫെബ്രുവരി മാസമാണ്, വിൻ്റർ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ നേരെ തെക്കോട്ട് പറക്കുകയാണ്. കൽക്കട്ടയിൽ നമുക്കറിയാമല്ലോ, നേരെ തെക്കോട്ട് ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലൂടെ ഏതാണ്ട് ഒരു 2.5-3 മണിക്കൂർ പറക്കണം ആൻഡമാനിലെത്താൻ, ആൻഡമാൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലെത്താൻ. കൽക്കട്ടയിൽ നിന്ന് പുറപ്പെട്ട് ഒരു 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മൾ താഴെ ദ്വീപുകൾ കണ്ടു തുടങ്ങും. ഈ ആൻഡമാൻ ദ്വീപ് വടക്കോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അതിന് മുകളിലൂടെ പറന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ പോർട്ട് ബ്ലെയറിലേക്ക് എത്തുള്ളൂ. പോർട്ട് ബ്ലെയർ കഴിഞ്ഞാൽ പിന്നെ അധിക ദൂരം ആൻഡമാൻ ദ്വീപുകളില്ല. പിന്നെ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ നിക്കോബാർ ദ്വീപുകളുടെ സമൂഹമുള്ളത്. അങ്ങനെ നീണ്ടു കിടക്കുകയാണിത്. ഏതായാലും ഒരു വലിയ പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഡിഗോ വിമാനത്തിൻ്റെ, ഞാൻ വിൻഡോ സീറ്റൊക്കെയാണ് ബുക്ക് ചെയ്തത്, പ്രത്യേകം പറഞ്ഞ് മേടിച്ചതാണ്, അഡീഷണൽ പൈസ കൊടുത്ത് മേടിച്ചതാണ്. പക്ഷേ ഈ ജാലക ചില്ലുകളാകെ വൃത്തികേടായിട്ടിരിക്കുകയാണ്. അകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അകത്ത് ഞാൻ തുടയ്ക്കാൻ പരമാവധി ശ്രമിച്ചു, പുറം വൃത്തികേടായിരിക്കുകയാണ്. എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, തെളിച്ചമുള്ള ദൃശ്യങ്ങളെ കിട്ടുന്നില്ല. അപ്പോൾ ഇൻഡിഗോ പോലുള്ളൊരു വിമാന കമ്പനി പലപ്പോഴും വളരെ കാര്യക്ഷമതയുടെ പേര് കേട്ടിരുന്ന അക്കാലത്തെ ആ വിമാന കമ്പനി പോലും എത്ര നിസ്സംഗമായിട്ടാണ് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരു റൂട്ടിൽ ആൻഡമാനിലേക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു വിമാന സർവീസാണത്. ആ ജാലകങ്ങളൊന്ന് വൃത്തിയാക്കിയിടണമെന്ന് ചിന്തിക്കാത്തത് ഞാൻ അത്ഭുതപ്പെട്ടു. പലപ്പോഴും ഇന്ത്യൻ സംവിധാനങ്ങളുടെ ചില പോരായ്മകൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാം ഗംഭീരമാക്കും, പക്ഷേ ചില കാര്യങ്ങളിലെ അശ്രദ്ധ മൂലം ആ യാത്രയുടെ ഫലം തന്നെ നഷ്ടപ്പെടും. ഈ അഴുക്ക് പുരണ്ട ചില്ലുജാലകത്തിലൂടെ കിട്ടാവുന്നത്ര വ്യക്തതയിൽ ഞാൻ ഈ പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരുന്നു. വളരെ ശ്രമപ്പെട്ട് കുറേ ദൃശ്യങ്ങളൊക്കെ പകർത്തി വിമാനം വീർ സവർക്കർ എയർപോർട്ടിൽ പോയി ലാൻഡ് ചെയ്യുന്നു. പോർട്ട് ബ്ലെയറിൽ ലാൻഡ് ചെയ്തു. പക്ഷേ അവിടെ വിമാനം ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഒരറിയിപ്പ് വന്നു. വിമാനത്തിനകത്ത് തന്നെ അറിയിപ്പ് തരും. അതായത് നിങ്ങൾ പുറത്തെ ദൃശ്യങ്ങളൊന്നും ചിത്രീകരിക്കാൻ പാടില്ല. കാരണം
ഇത് ഡിഫൻസ് എയർപോർട്ടാണ്, മിലിറ്ററിയുടെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടാണ്, ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ തന്ത്രപരമായ പ്രദേശമാണ്. ആ ദൃശ്യങ്ങൾ നിങ്ങൾ ചിത്രീകരിക്കാൻ പാടില്ല. അതെല്ലാവരുമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഞാനതുകൊണ്ട് ക്യാമറയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് ലഗേജൊന്നും എടുക്കാനില്ല, ഞാൻ മിക്കവാറും ഹാൻഡ് ലഗേജുമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. 4-5 ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടത് എൻ്റെ ഒരു ട്രോളി ബാഗിനകത്തുണ്ടാവും. പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഞാൻ ചെന്നിറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഈ സ്റ്റീഫൻ കോശിയുടെ ഫോൺ വരികയാണ്. അദ്ദേഹം ചോദിച്ചു, എവിടെ എത്തി? ഞാൻ പറഞ്ഞു, എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്ത് നിങ്ങൾക്ക് വേണ്ടി കാറ് വന്ന് കാത്തു കിടപ്പുണ്ട്. ശങ്കരനാരായണൻ എന്നാണ് ഡ്രൈവറുടെ പേര്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാനിപ്പോൾ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ, അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം നേരെ എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഹോം സ്റ്റേ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഞാൻ ഫോൺ കട്ട് ചെയ്തു. ശങ്കരനാരായണനെ വിളിക്കുന്നു. ശങ്കരനാരായണന് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. ശങ്കരനാരായണൻ ഈ പറഞ്ഞതുപോലെ എത്രയോ തലമുറകൾക്ക് മുമ്പ് അവിടേക്ക് എത്തിയതാണ്. അദ്ദേഹം തെലുങ്കനാണ്, തെലുങ്ക് നാട്ടിൽ നിന്ന് എത്തിയതാണ്. ഈ ആൻഡമാനിൽ വസിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് കുറേയേറെ ബംഗാളികളുണ്ട്, പിന്നെ ധാരാളം തമിഴന്മാരുണ്ട്, പിന്നെ തെലുങ്കന്മാരുണ്ട്, പിന്നെ കുറേ മലയാളികളുണ്ട്. മലയാളികളിൽ നല്ലൊരു ശതമാനം മലബാർ പ്രദേശത്തു നിന്ന് പോയവരാണ്. ഈ മലബാർ പ്രദേശത്തു നിന്ന് പോയവരെന്ന് പറയാൻ കാര്യം, പോയതല്ല, കൊണ്ടുപോയവർ അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടവർ. മലബാർ കലാപം എന്നറിയപ്പെടുന്ന മാപ്പിള ലഹള എന്നൊക്കെ ചരിത്രത്തിൽ വിളിക്കുന്ന 1921 ആ കലാപകാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പിടികൂടി, മലബാർ പ്രദേശത്തു നിന്ന് പിടികൂടി നാട് കടത്തപ്പെട്ട നിരവധി ആളുകൾ. അതിനു മുമ്പ് 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിലാണ് കുറേയേറെ ആളുകൾ, ആദ്യത്തെ ഒരു ബാച്ചായിട്ട് 200 പേരെ പിടികൂടി ആൻഡമാനിലേക്ക് നാട് കടത്തുന്നത്. അന്ന് അവിടെ തടവറയില്ല, ഈ സെല്ലുലാർ ജയിലില്ല. അവരെ അവിടെ കൊണ്ടുപോയി വിട്ടാൽ തന്നെ അവരുടെ ജീവിതം തീർന്നു. കാരണം മലയേറിയും കാട്ടുമനുഷ്യരും ആദിമ ഗോത്രങ്ങളും വന്യമൃഗങ്ങളും പ്രതികൂലമായ കാലാവസ്ഥയും എല്ലാമുള്ള ആൻഡമാനിൽ ജീവിക്കാനുള്ള സൗകര്യം പോലും ഇല്ലാത്തൊരു കാലമാണ്. പിന്നീടാണ് സെല്ലുലാർ ജയിലുണ്ടാകുന്നതും പിന്നെ തടവറയിലേക്ക് ഇവരൊക്കെ മാറുന്നതും കൂടുതൽ പ്രക്ഷോഭകാരികളെ, സ്വാതന്ത്ര്യ സമര പോരാളികളെയൊക്കെ ഈ ആൻഡമാനിലേക്ക് നാട് കടത്തുന്നതും സെല്ലുലാർ ജയിലിലെ പീഡനങ്ങളിലേക്ക് വിടുന്നതുമൊക്കെ. അപ്പോൾ വിളിക്കുമ്പോൾ ഇദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ മറുപടി പറഞ്ഞു, എവിടെയാണ് കാത്തു നിൽക്കുന്നത് ചോദിച്ചാൽ, അപ്പോൾ എയർപോർട്ടിന് പുറത്താണെന്ന് മനസ്സിലായി. അപ്പോൾ പുറത്തേക്ക് ചെല്ലുന്നു. പുറത്തെന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ടിനും പുറത്ത് റോഡ് സൈഡിലാണ്. കാരണം അങ്ങോട്ട് എന്തോ വണ്ടി കയറ്റി വിടുന്നില്ല. ആ സമയത്ത് അവിടെ പുതിയ എയർപോർട്ട് ടെർമിനലിൻ്റെ പണി നടക്കുക. ഇപ്പോൾ ആ പണിയൊക്കെ പൂർത്തിയായി. വീർ സവർക്കർ എയർപോർട്ടിൻ്റെ ഏറ്റവും മോഡേണായ ഒരു ടെർമിനലുണ്ട്. അന്ന് പണി പൂർത്തിയായി വരുന്ന സമയമാണ്. ആ സമയത്ത് പണി പൂർത്തിയായെങ്കിലും ഏതോ ഒരു ഭാഗം ഒരു മഴയെ തടർന്നു വീഴുകയോ അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി ഉദ്ഘാടനത്തിന് ഡിലേ ആയി നിൽക്കുന്നൊരു സമയമാണ്. ഞാൻ പുറത്തേക്ക് ചെല്ലുന്നു. ശങ്കരനാരായണൻ്റെ വണ്ടി കണ്ടുപിടിക്കുന്നു, അതിൽ കയറുന്നു. യാത്ര തുടരുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്തറിയോ, ഞാൻ കോട്ടയം ടൗണിൽ കൂടെ പോകാമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ചെറിയ കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, ജംഗ്ഷനുകളിലെ പോലീസ് നിൽക്കുന്ന ആ ഒരു സിഗ്നൽ പോസ്റ്റ് പോലും കോട്ടയത്തെയോ അല്ലെങ്കിൽ ഇച്ചിരി മലപ്പുറത്തെയോ ഒക്കെ ഒരു ഭൂപ്രകൃതി, സെയിം കെട്ടിടങ്ങൾ, അതേ ശൈലിയിലുള്ള ബോർഡുകൾ, അതേ ശൈലിയിലുള്ള മനുഷ്യർ, അതേ വസ്ത്രധാരണം, അതേപോലുള്ള ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ ഒക്കെ. റോഡിലെ മാർക്കുകളും അത് മങ്ങിപ്പോയിരിക്കുന്നതും വരെ നമ്മുടെ കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ ഫീല്, ഒരു ഉത്തരേന്ത്യൻ ഫീല് പോലുമല്ല. ഈ ആൻഡമാനിനെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ പലരുടെയും ധാരണ ഈ ലക്ഷദ്വീപ് പോലെ ഈ ഒരറ്റത്ത് നോക്കിയാൽ മറ്റേ അറ്റം കടൽ കാണുന്ന പരന്ന മണലുള്ള വളരെ മെലിഞ്ഞൊരു ഭൂഭാഗമാണെന്നാണ്. അല്ല, ആൻഡമാൻ ഒരു വലിയ ഭൂഭാഗം തന്നെയാണ്. താരതമ്യേന ഒരു ദ്വീപ് എന്ന നിലയിൽ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെ ഒരു പാതിയോളം വരുന്ന ഒരു പ്രദേശം. ഒന്ന് ആലോചിച്ചാൽ, കേരളത്തിൻ്റെ പാതി എന്ന് പറഞ്ഞാൽ ചെറിയ ദൂരമൊന്നുമല്ല. നമ്മുടെ ഒരു 5 ജില്ലയുടെയെങ്കിലും വലിപ്പമുണ്ട് ഈ ആൻഡമാൻ തന്നെ. ആൻഡമാൻ ഒരു ഒറ്റ ഭൂഭാഗമായിട്ട് കിടക്കും. പിന്നെ വേറെ 10, 400, 500 ദ്വീപുകൾ വേറെയുമുണ്ട്. അതൊക്കെ ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. ഒരൊറ്റ ലാൻഡ് മാസായിട്ട് കിടക്കുന്നത് തന്നെ ഏകദേശം നമ്മുടെ ഒരു 5 ജില്ല ചേരുന്നത് എത്രയുണ്ട്. അതിൽ കുന്നുകളും മലകളും ധാരാളം വനവും നിബിഡ വനങ്ങളും എല്ലാം ചേർന്ന് അതിനകത്ത് തന്നെ പല പട്ടണങ്ങളും ജനവാസയിടങ്ങളും എല്ലാം ഉള്ള വലിയ ഭൂപ്രദേശമാണ്. അതിനകത്തൊരു എയർപോർട്ട്, റൺവേ ഉണ്ട്, നിരവധി റോഡുകളുണ്ട്, ഹൈവേ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. കാറുകളുടെ ഷോറൂമുകൾ കാണാം. അതുപോലെ തന്നെ നല്ല സ്കൂളുകൾ, കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രികൾ എല്ലാം ഉള്ള ഒരു നല്ല പ്രദേശമാണ് ഈ ആൻഡമാൻ. ചെറിയൊരു കുന്നിറങ്ങി ഒരു പുരയിടത്തിനകത്തേക്ക് ഈ കാർ കയറി. ആ പുരയിടത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കൊളോണിയൽ ശൈലിയിൽ പണിത ഒരു പഴയ 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ബംഗ്ലാവാണ് കാണുന്നത്. ഒരു 2 നിലയുള്ള ബംഗ്ലാവ്. ഈ ബംഗ്ലാവിൻ്റെ മുന്നിലൂടെ കാർ താഴേക്ക് ചെന്ന് കഴിയുമ്പം ആ ബംഗ്ലാവിനോട് ചേർന്ന് തന്നെ ഒരു 2 നിലയുള്ള പുതിയൊരു കെട്ടിടം. ഈ കെട്ടിടമാണ് ഇപ്പോഴത്തെ ഹോം സ്റ്റേ. അതിന് മുമ്പിൽ കൊണ്ടുപോയി കാർ നിർത്തുന്നു. മാംഗോ സ്റ്റേസ് എന്ന് പറയുന്ന ആ ഹോം സ്റ്റേയുടെ മുമ്പിൽ കാർ കൊണ്ടുപോയി നിർത്തി.
ഞാൻ ഇറങ്ങുമ്പോഴത്തേക്കും സ്റ്റീഫൻ കോശി എന്ന് പറയുന്ന ആൾ ഇറങ്ങി വരികയാണ്. അദ്ദേഹത്തിന് അന്നേരം ഒരു 65-66 വയസ്സുണ്ട് പ്രായം. അദ്ദേഹം വന്ന് ഹൃദ്യമായിട്ട് സ്വീകരിച്ചു. എന്നെ മുറി കാണിക്കാൻ കൊണ്ടുപോയി. മുറിയിലേക്ക് കാണിച്ചിട്ട് ചോദിച്ചു, ഇത് മതിയോ? നല്ല മുറി, നല്ല മോഡേൺ, പുതിയ കാലത്ത് പണി തീർന്ന മുറി, നല്ല ടോയ്ലറ്റ്, നല്ല ഫെസിലിറ്റികൾ. ഇതിൻ്റെ പുറകിലൊരു ബാൽക്കണിയുണ്ട് ഈ മുറിയുടെ. ആ ബാൽക്കണിയിലേക്ക് നമ്മൾ ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇവരുടെ പുരയിടം തന്നെയാണ്. അതിനകത്ത് നിറയെ കവുങ്ങുകൾ, മാവ്, പ്ലാവ്, തെങ്ങ്, ധാരാളം കിളികൾ ചിലയ്ക്കുന്നു. നമ്മൾ കേരളത്തിലെ കോട്ടയത്തെയോ അല്ലെങ്കിൽ മലബാറിലെയോ ഏതോ ഒരു പുരയിടത്തിൻ്റെ തൊടിയിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ബാൽക്കണി നിൽക്കുമ്പോൾ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ സ്റ്റീഫൻ കോശി റെഡിയായി നിൽക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഇന്നെന്താ പരിപാടി? ഞാൻ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചാത്തൻ ദ്വീപിലേക്ക് പോകാം. ചാത്തൻ ദ്വീപ് എന്ന് പറയുന്നിടത്താണ് ചാത്തൻ സോമിൽ. ചാത്തൻ സോമിൽ ഏതാണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളൊരു തടിമില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ തടിമില്ല്, തടി ഇറക്കുന്ന മില്ല്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ആൻഡമാൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ കേരളത്തിൻ്റെ ഒരു 4-5 ജില്ലയുടെ വലിപ്പമുള്ള 100-400 കിലോമീറ്റർ നീളമുള്ള ഈ ദ്വീപ്, അനുബന്ധമായിട്ടുള്ള 100-400 ദ്വീപുകളിലെല്ലാം നിബിഡ വനങ്ങളായിരുന്നു. അതിനുള്ളിലെല്ലാം ഗോത്രമനുഷ്യരുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക്, ഏതാണ്ട് 30,000 കൊല്ലം മുമ്പ് മുതൽ മനുഷ്യവാസം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ 10-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിനും ഇടയിൽ ചോള രാജവംശത്തിൻ്റെ കാലത്ത് തമിഴന്മാർ ഇവിടേക്ക് കുടിയേറി വന്നു, കടൽ കടന്ന് കയറി വന്നു, ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി മാറി. അന്നു മുതലാണ് ഇവിടേക്ക് തമിഴ് വംശജർ കയറി വന്നിരിക്കുന്നത്. എന്നാൽ 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഡെൻമാർക്കുകാർ ഈ പ്രദേശത്തെ കീഴടക്കല്ല, ഈ പ്രദേശത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. അവരുടെ ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി. അവർക്ക് ഇവിടെ നിന്ന് മരം ആവശ്യമായിരുന്നു. യൂറോപ്പിലേക്ക് ഈ ഡെൻമാർക്ക് അല്ലെങ്കിൽ നോർവേ, സ്വീഡൻ, അതുപോലെ തന്നെ നെതർലൻഡ്സ്, ഇവരൊക്കെ കടൽ മാർഗ്ഗത്തിലൂടെ പര്യവേഷണങ്ങൾ നടത്തുകയും പുതിയ ഭൂമി കണ്ടെത്തുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കാലമാണ്. അപ്പോൾ അവർക്കൊക്കെ തടി വേണം കപ്പൽ പണിയാൻ. അതിന് പറ്റി ഏറ്റവും നല്ല തടികൾ ഈ ആൻഡമാനിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഡെൻമാർക്കുകാർ അതിനൊരു കോളനിയാക്കി. പിന്നീട് 1800-കളുടെ ഒരു പകുതിയോടുകൂടി ഈ ഡെൻമാർക്കിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്നീട് പിടിച്ചെടുത്തു. ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിന് ശേഷമാണ് അവർ ഇവിടെ നിന്ന് തടി കടത്താനും ആ തടി കടത്തുന്നതിന് വേണ്ടി അടിമകളെപ്പോലെ തടവുകാരെ ഇവിടേക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരാനും ഒക്കെ തുടങ്ങുന്നത്. പിന്നീട് കോളറ വ്യാപിച്ചു, ആകപ്പാടെ വലിയ പ്രശ്നങ്ങളായി, അവിടെ ആരോഗ്യ പ്രശ്നങ്ങളായി, കൊതുകിൻ്റെ ശല്യം, അതിലൂടെ പടരുന്ന രോഗങ്ങൾ, മലമ്പനി, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളായപ്പോൾ ബ്രിട്ടീഷുകാർ ഇത് ഇടയ്ക്കൊന്ന് ഉപേക്ഷിച്ച് പോയപ്പോൾ വീണ്ടും ഡെൻമാർക്കുകാരിൻ്റെ ഈ പ്രദേശത്തിൻ്റെ അധികാരം പിടിച്ചു. ഈ പ്രദേശം അവരുടെ കീഴിലാക്കി. പിന്നീട് 1868 ഈ ഡെൻമാർക്കുകാരിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഈ ദ്വീപിനെ കാശ് കൊടുത്ത് വാങ്ങുക ചെയ്തത്. പിന്നീട് അന്ന് മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നിടം വരെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. എന്നാൽ ഇതിനിടയിൽ 1857 ഇന്ത്യൻ്റെ ആദ്യ സ്വാതന്ത്ര്യ സമരം, ശിപായി ലഹള എന്നറിയപ്പെടുന്ന ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെയൊക്കെ പിടികൂടുന്നു. പിന്നീട് ഈ ദ്വീപ് ഇവരുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടേക്ക് കയറ്റിവിടുന്നു. പിന്നീടാണ് ഈ സെല്ലുലാർ ജയിലെല്ലാം ഉണ്ടാക്കുന്നത്. ആ കഥകളിലേക്ക് വരാം. അപ്പോൾ ഈ കൊണ്ടുവന്ന ആദ്യ ബാച്ച് മുതലുള്ള തടവ് പുള്ളികൾക്ക് മുഴുവനുള്ള പ്രധാന ജോലി ഈ തടിമില്ലിൽ പണിയെടുക്കലായിരുന്നു. 3 ഷിഫ്റ്റായി കഠിനമായ പണി. അങ്ങനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം തടി കയറ്റിക്കൊണ്ടുപോയിരുന്ന, തടി പ്രോസസ്സ് ചെയ്തിരുന്ന, തടി അറുത്ത് ഉരുപ്പിടികളാക്കി യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോയിരുന്ന വമ്പൻ ഒരു തടിമില്ലിലേക്ക് നമ്മൾ പോകുന്നത്. അത് ചാത്തം എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടി ഒരു കടൽ തീരത്തേക്ക് എത്തുന്നു. കടൽ തീരത്ത് എത്തിക്കഴിയുമ്പോൾ കടലിലേക്ക് നീണ്ടു കിടക്കുന്നൊരു പാലം. ഈ പാലത്തിനൊരു 100 മീറ്റർ നീളമേ ഉള്ളൂ. ആ പാലം ചെന്ന് ഇറങ്ങുന്നത് ഈ ദ്വീപിലേക്കാണ്, ഈ കടലിൽ ഉയർന്നു നിൽക്കുന്ന ഈ ചെറിയ ദ്വീപ്. ഈ തടിമില്ലിലേക്ക് കാറ് ഓടിച്ച് അങ്ങോട്ട് ചെല്ലുന്നു. ഈ പാലത്തിലൂടെ കടന്ന് അക്കരെ ചെല്ലുന്നു കഴിയുമ്പോൾ ഗവൺമെൻറ് സോമിൽ ചാത്തം എന്നവിടെ ബോർഡുണ്ട്. ഇന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അവിടെ ഏതാണ്ട് 1000-ഓളം ആളുകൾ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രതാപകാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്ത് 2000-ലേറെ തടവ് പുള്ളികൾ നിരന്തരം പണിയെടുത്തിരുന്നൊരു ദ്വീപാണ്. ചെല്ലുമ്പോൾ അവിടെ ഇന്ന് സന്ദർശകരെ അനുവദിക്കുകയില്ല, പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. നമ്മുടെ സ്റ്റീഫൻ കോശി ഇതെല്ലാം അറേഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, അച്ഛാ ഇതെന്താ പണി പറ്റിയത്? പുള്ളി പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാനിപ്പോൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്നെ അവിടെ നിർത്തിയിട്ട് എവിടേക്കോ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് വരുമ്പോൾ 2 ഉദ്യോഗസ്ഥരെയും കൂട്ടിയാണ് വരുന്നത്. അവരെന്നെ വിഷ് ചെയ്യുന്നു, ഈ ഗേറ്റ് തുറന്നു തരുന്നു, അകത്തേക്ക് കൊണ്ടുവന്നു. പുള്ളിക്ക് നല്ല ബന്ധങ്ങളാണ്. കാരണം ഇന്ന് അപ്രതീക്ഷിതമായിട്ട് മെഷീൻ റിപ്പയേഴ്സിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഫാക്ടറി, മില്ല്. കാര്യമായിട്ട് പണി നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് സന്ദർശകരെ അനുവദിക്കാത്തത്. പണി നടക്കാത്തൊരു മില്ല് കാണാൻ സന്ദർശകർക്ക് താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും ഇദ്ദേഹം പോയി തുറപ്പിച്ചു എന്ന് മാത്രമല്ല, മെയിൻ്റനൻസ് പൂർത്തിയായ ഭാഗം റൺ ചെയ്യാനുള്ള തീരുമാനം എടുപ്പിച്ചു.
ഉദ്യോഗസ്ഥരെ കൊണ്ട്. അങ്ങനെ മില്ലിൽ പണികൾ ആരംഭിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ 3 ഷിഫ്റ്റുകളായി 2000 പണിക്കാർ പണിതിരുന്നൊരു കാലമുണ്ട്. ഈ 2000 പണിക്കാരും മില്ലിൽ പണിയെടുക്കുമ്പോൾ വേറൊരു കൂട്ടം തടവുകാരെ ഈ ദ്വീപിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിടും, വനത്തിലേക്ക് വിടും. അവരുടെ ജോലിയാണ് മരം വെട്ടിക്കൊണ്ട് കടലിലേക്കിട്ട് അത് ചങ്ങാടങ്ങളാക്കി കടലിലൂടെ ഈ ചാത്തൻ ദ്വീപിൻ്റെ വക്കിൽ വരെ കൊണ്ടുവന്നെത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ നിരവധി പേര് രോഗബാധിച്ച് മരം വീണ് യാതന നിറഞ്ഞ ജീവിതത്തിലൂടെ മാത്രമല്ല, അന്ന് ഈ വനത്തിൽ നിറയെ വിഷം പുരണ്ട അമ്പുമായിട്ട് കാത്തു നിൽക്കുന്ന ഗോത്രവർഗ്ഗക്കാരുണ്ട്. ഇന്ന് നമുക്കറിയാം, ഒരു ദ്വീപിനകത്ത് മനുഷ്യരെ കണ്ടാൽ കൊല്ലുന്ന പോരാളികളായ ആദിവാസി ഗോത്രങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, സെൻറ്റിനേൽ ദ്വീപിൽ. അതുപോലെ തന്നെ മറ്റു ദ്വീപുകളിലും ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്ന, ആദിവാസികളുണ്ടായിരുന്ന, പുറത്തു നിന്ന് വരുന്ന ആളുകളെ ആക്രമിക്കുന്ന വിഭാഗം ആളുകളുണ്ടായിരുന്ന ഒരു കാലമാണ്. നിരവധി പേര് അവരുടെ വിഷ അമ്പേറ്റ് കൊല്ലപ്പെട്ടു. അങ്ങനെ യാതനാപൂർണമായ ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ കഥ പറയാനുണ്ടത്. കൂടാതെ ഈ മില്ലിലും ചങ്ങലക്കിട്ടാണ് ഇവരെ പണിയിപ്പിച്ചുകൊണ്ടിരുന്നത്, ഈ തടവുപുള്ളികളെ. തടവുപുള്ളികൾ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യസമര പോരാളികളാണ് ബഹുഭൂരിപക്ഷം പേരും. അവരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി അവരെ സെല്ലുലാർ ജയിലിൽ പാർപ്പിച്ചതിന് ശേഷം പണിയുടെ സമയമാകുമ്പോൾ ഈ ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ഈ മില്ലിലേക്ക് കൊണ്ടുവന്ന് പണിയിപ്പിച്ച് പണിക്ക് ശേഷം തിരിച്ചു കൊണ്ടുപോകുന്ന 3 ഷിഫ്റ്റുകളായി പ്രവർത്തിച്ചിരുന്നൊരു കാലം. ക്രൂരമായ പീഡനങ്ങളായിരുന്നു. ചാട്ടവാറ് കൊണ്ടുള്ള അടിയാണ് പണി അല്പം താമസിക്കുമ്പോൾ ഒന്ന് മടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ യാതനാപൂർണമായ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ മില്ലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെ അതിലേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ ഞങ്ങളുടെ നേരെ വന്നു. ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരാൾ. ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളുടെ നേരെ വന്നിട്ട് ഇദ്ദേഹം ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞു, ഞാൻ കോട്ടയത്തു നിന്നാണ്. ഞാൻ ചോദിച്ചു, എന്താണ് പേര്? അപ്പോൾ പറഞ്ഞു, ഹംസ. ഹംസക്ക എവിടുത്തുകാരനാണ്? ഞാൻ മലപ്പുറംകാരനാണ്, കോട്ടയ്ക്കൽ നിന്നാണ്. ഞാൻ ചോദിച്ചു, എത്ര കാലം ഇവിടെ വന്നിട്ട്? ഞാൻ ജനിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഹംസക്കയുടെ ആരാണ് ഇവിടേക്ക് വന്നത്? അതൊരു 3-4 തലമുറ മുമ്പാണ്. എൻ്റെ ഉപ്പുപ്പ ഇവിടേക്ക് വന്നതാണ്. 1921 മലബാർ കലാപകാലത്ത് എൻ്റെ ഉപ്പുപ്പായെ അവിടുന്ന് നാട് കടത്തിയതാണ്. ഇവിടെ വന്ന് ദീർഘകാലം തടവിലായിരുന്നു. പിന്നീട് എൻ്റെ ഉപ്പുപ്പ നാട്ടിലേക്ക് മടങ്ങിച്ചെന്നു. അവിടെ ചെന്നപ്പോഴും നാട്ടുകാർക്ക് അദ്ദേഹത്തോട് വലിയ സ്വീകാര്യത തോന്നിയില്ല. ഏതോ ഒരു കള്ളനോട് അല്ലെ കൊള്ളക്കാരനോട് പെരുമാറുന്ന പോലെയാണ് നാട്ടുകാർ പെരുമാറിയത്. അതുകൊണ്ട് ഉപ്പുപ്പ അവിടുന്ന് കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ എൻ്റെ വാപ്പയുണ്ടാകുന്നതും ഞങ്ങളുണ്ടാകുന്നതും ഒക്കെ ഇവിടെ വെച്ചാണ്. ഉപ്പുപ്പ ഇങ്ങ് മടങ്ങി വന്നതിന് ശേഷം ഞങ്ങളാരും നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, കേരളം കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. ഉപ്പുപ്പ പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നിങ്ങളെപ്പോലെ വല്ലവരുമൊക്കെ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് കേരളത്തെക്കുറിച്ച് ചോദിക്കും, എങ്ങനെയായിരിക്കുന്ന കേരളം എന്നറിയാൻ, എങ്ങനെയാണ് അവിടുത്തെ മനുഷ്യരെന്നറിയാൻ. ആ അറിവേ എനിക്കുള്ളൂ. അപ്പോൾ ഈ ഹംസക്ക പിന്നെ ഞങ്ങളുടെ ഒരു വഴികാട്ടിയായി. ഈ മില്ലിൻ്റെ കാഴ്ചകളിലൂടെ എല്ലാം കൊണ്ടുപോവുകയാണ്. ആദ്യം ഞങ്ങളെ ഒരു കടവിലേക്ക് കൊണ്ടുപോവാണ്. കടവെന്ന് പറയത്തില്ല, കടൽ തീരത്തേക്ക് ഈ ഷെഡ് ഈ ഫാക്ടറി കെട്ടിടം ഇങ്ങനെ നീണ്ടു കിടക്കുക. ആ കടലിലേക്കാണ് ഈ ചങ്ങാടങ്ങളിൽ അല്ലെങ്കിൽ കൂട്ടിക്കെട്ടിയ തടി കൊണ്ടുവരിക. അവിടുന്ന് ഒരു ചങ്ങലയിൽ കെട്ടി ഒരു യന്ത്രം മൂലം ഇത് വലിച്ച് ഫാക്ടറിക്കകത്തേക്ക് ഈ മരം കയറ്റും. അതൊരു സ്ലോപ്പാണ്, മരത്തിൻ്റെ ഒരു സ്ലോപ്പാണ്. അത് 1946 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം, രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഈ ഫാക്ടറി ആകെ തകർന്നുപോയത് ശത്രുക്കൾ ബോംബിട്ടിട്ടല്ല. ജപ്പാൻകാർ ഈ പ്രദേശം പിടിച്ചടക്കിയപ്പോൾ അവരെ നശിപ്പിക്കാനായി ബ്രിട്ടീഷുകാർ തന്നെ ബോംബിട്ടപ്പോൾ ഇതെല്ലാം തകർന്നുപോയി. മാത്രമല്ല, നിരവധി തൊഴിലാളികൾ ആ കൂടെ മരിച്ചുപോയി. പിന്നീട് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ തന്നെ ആധുനിക രീതിയിൽ അന്നത്തെ ലെവലിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യന്ത്രങ്ങളൊക്കെ ആയിട്ട് പുനഃസൃഷ്ടിച്ചു, പുനർനവീകരിച്ചു. ഇന്നും അതിനകത്തുള്ള ഉപകരണങ്ങളും യന്ത്രങ്ങളും എല്ലാം ഏതാണ്ട് മിക്കവാറും അന്ന് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ്. പക്ഷേ അത് നവീകരിച്ച് കഴിഞ്ഞ് അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് അവർക്കിത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അന്നു മുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ സ്ഥാപനമാണ് ഈ തടിമില്ല്. അപ്പോൾ അങ്ങനെ പല യന്ത്രസഹായത്താലാണ് ഈ ചങ്ങലയിൽ വലിച്ച് ഈ തടി കടലിൽ നിന്ന് തടി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നു. അതിനെ പല ഘട്ടങ്ങളായിട്ട് ആദ്യം അതിൻ്റെ പുറത്തെ ഭാഗം ചെത്തിക്കളയുന്നു. പിന്നീട് അതിൻ്റെ നല്ല കാതലായ തടി ഭാഗം മുറിച്ച് വലിയ വലിയ പീസുകളാക്കുന്നു, ഉരുപ്പിടികളാക്കുന്നു. പിന്നെ വീണ്ടും അത് കൺവെയറിലൂടെ ഇങ്ങനെ ഉരുളൻ കൺവെയറുകളിലൂടെയാണ് ഇത് ഓടുന്നത്. അതോടി അടുത്ത ഘട്ടത്തിലേക്ക് ചെല്ലുന്നു. അവിടെ അതിനെ മറ്റൊരു പീസാക്കി മുറിക്കുന്നു. അവിടുന്ന് മറ്റ് 2 വഴികളിലൂടെ ഇത് പിരിഞ്ഞു പോകുന്നു. ഇങ്ങനെ കൺവെയറുകളിലൂടെ ഇതിങ്ങനെ ഓടി ഒരറ്റത്തെത്തുമ്പോഴത്തേക്കും പല രൂപത്തിലുള്ള പല വലിപ്പത്തിലുള്ള തടിയുടെ ഉരുപ്പിടികളായി മാറുന്നു. അതിനെ നമ്പറിട്ട് രജിസ്റ്ററിൽ എഴുതി ഗോഡൗണിലേക്ക് മാറ്റി അട്ടിയിടുന്നു. പക്ഷേ രസം എന്നറിയോ, യന്ത്രം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്.
പക്ഷേ ഇന്ന് അതൊരു കേന്ദ്ര സർക്കാർ സ്ഥാപനം മാത്രമായി മാറി. പഴയ ആ തടവ് പുള്ളികളുടെ ആ സെല്ലുലാർ ജയിലിലെ ചാട്ടവാറടിയേറ്റ് പണിയെടുത്തവരുടെ ഒരു ഛായ നിങ്ങൾക്ക് ഇന്നിവിടെ കാണില്ല. വളരെ അലസമായി അവിടെ ഇരുന്ന് ഒരു തടിക്കഷ്ണം വരുമ്പം അതിലൊന്ന് നോക്കി അതൊന്ന് മറിച്ച് വെച്ച് അതിലൊരു ടിക്കിട്ട് പിന്നെ ഡയറിയിൽ എഴുതി. അപ്പോഴത്തേക്കും ഒരു ഈ പറഞ്ഞ തടി കടന്നു പോകുന്ന ബെൽറ്റിൻ്റെ അടുത്ത് ഒരു 8-10 പേര് വെറുതെ ഇരിപ്പുണ്ട്. അപ്പോൾ വളരെ അലസമായി പണി നടക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഈ കോമ്പൗണ്ടിൽ മുഴുവൻ, ഈ ദ്വീപിനിൽ തലങ്ങും വിലങ്ങും നിലത്തുകൂടെ ഉരുക്ക് പാളങ്ങൾ കാണാം. അതായത് റെയിൽവേ പാളങ്ങൾ പോലെ. 1991 വരെ ഇതിലൂടെ ഈ ഉരുക്ക് പാളങ്ങളുടെ ട്രാമുകൾ, തീവണ്ടി പോലെ ട്രാമുകൾ കൂടിയിരുന്നു. ഈ ട്രാമുകളിലാണ് ഈ തടി നീക്കം, ഈ അറുത്ത തടിയും അറുത്ത് ഉരുപ്പിടികളാക്കിയ തടികളെ ഗോഡൗണുകളിലേക്കും അല്ലെങ്കിൽ കപ്പലുകളിലേക്കും തുറമുഖത്തേക്കും ഒക്കെ നീക്കിയിരുന്നത്. എന്നാൽ 1880കളിലൊക്കെ ഈ ട്രാമുണ്ട് ഇവിടെ. അന്ന് ഈ ട്രാമുകൾ, ഈ പാളത്തിലൂടെ ഈ വണ്ടി വലിച്ചിരുന്നത് പോത്തുകളാണ്. അതുപോലെ തന്നെ ഫാക്ടറിക്കകത്ത് വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ രസകരമായൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു ശ്രീകോവിൽ പണിത് വെച്ചിട്ടുണ്ട്. ഈ ശ്രീകോവിലിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. അവിടെ വിശ്വകർമാവിൻ്റെ ഒരു പ്രതിമയാണ്. വിശ്വകർമാവിനെ പ്രാർത്ഥിച്ചാണ് ഇവർ പണിക്ക് കയറുന്നത്. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുമോ, ഈ മരമില്ലിലെ വലിയൊരു ശതമാനം തൊഴിലാളികളും മുസ്ലിങ്ങളാണ്. ബാക്കി ഹിന്ദുക്കൾ, പിന്നെ കുറച്ച് ക്രിസ്ത്യാനികളുണ്ടാവാം, വളരെ കുറച്ച്. ഉത്സവ ദിവസങ്ങളിലും വിശേഷ ദിവസങ്ങളിലും ഒക്കെ ഇവിടെ പ്രാർത്ഥനയുണ്ട്, പൂജകളുണ്ട്. ഇവിടെ ഈ സർവ്വമതസ്ഥരും അതിൽ പങ്കെടുക്കും. മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ഈ വിശ്വകർമാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഇവർ അവിടുത്തെ ആഘോഷങ്ങളെല്ലാം പൂർത്തിയാക്കുക. ഈ മില്ലിലെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോഴും ഹംസ കൂടെയുണ്ട്. അപ്പോൾ ഹംസയോട് ഞാൻ ചോദിച്ചു, ഇനി എത്ര കാലം കൂടെ ഉണ്ട് ഇവിടെ സർവീസ്? അപ്പോൾ പറഞ്ഞു, ഇനി കഷ്ടിച്ച് 1 കൊല്ലം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് എന്താ പരിപാടി? എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണത്? കേരളത്തിലേക്കൊന്ന് വരണം, കോട്ടയ്ക്കലേക്കൊന്ന് പോകണം. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കോട്ടയ്ക്കൽ കേരളത്തിൻ്റെ ഒരു കേന്ദ്രമാണെന്നുള്ള മട്ടിൽ കോട്ടയ്ക്കൽ 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 എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കോട്ടയ്ക്കലേക്കൊന്ന് പോകണം. അവിടെ ബന്ധുക്കൾ ആരൊക്കെ ഉള്ളതെന്ന് എനിക്കറിയില്ല, പോയി കണ്ടുപിടിക്കണം. ഞാൻ ചോദിച്ചു, ആരെങ്കിലുമായിട്ട് ഇപ്പോൾ ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല, ഒരാളുടെയും പേര് പോലും അറിയില്ല. പക്ഷേ കോട്ടയ്ക്കലൊന്ന് പോകണം, ബന്ധുക്കളെ കണ്ടുപിടിക്കണം, അവരോടൊപ്പം കുറച്ച് ദിവസം താമസിക്കണം. അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ എങ്ങനെ സ്വീകരിക്കുമെന്നറിയത്തില്ല. ഞാൻ ചെല്ലുന്ന അവർക്ക് ഇഷ്ടമാകുമെന്നറിയില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോരണ്ടോ എന്നറിയില്ല. കേരളം, കോട്ടയ്ക്കൽ, നാട്, നാട്ടുകാർ അവരെങ്ങനെ ഇരിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ദീർഘകാലമായ സ്വപ്നമാണ്, എനിക്ക് കേരളത്തിലേക്കൊന്ന് വരണം, കോട്ടയ്ക്കലൊന്ന് കാണണം, അവിടെ ബന്ധുക്കളെ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ആശംസിച്ച് ഞാനും സ്റ്റീഫൻ കോശിയും കൂടെ കാറിൽ ചെന്ന് കയറി. ഞങ്ങളിനി പോർട്ട് ബ്ലെയറിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് തുറമുഖ ഭാഗം കടന്ന് വേണം പോകാൻ. വിശപ്പ് തുടങ്ങി. ഈ സമയമായപ്പോഴത്തേക്ക് ഉച്ചയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു എന്ന് ഈ സ്റ്റീഫൻ കോശി അച്ചായനോട് ഞാൻ നുണ പറഞ്ഞതാണ്. വിമാനത്തിലിരുന്ന ആ പുലർച്ചെ ഇൻഡിഗോ വിളമ്പിയ ചെറിയ ബിസ്ക്കറ്റും ഒരു ചായയും മാത്രം കുടിച്ചതാണ്. നല്ല വിശപ്പ് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിലേക്ക് പോകാം. അദ്ദേഹം ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം റെഡിയാക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. മെനു കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തു. ശങ്കരനാരായണൻ ആ റെസ്റ്റോറൻറ്റ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇത്രയും കൊല്ലമായിട്ടും ബന്ധുക്കളൊക്കെ നാട്ടിലുണ്ടായിട്ടും കേരളത്തിലേക്ക് വരണമെന്ന് തോന്നുന്നില്ലേ? അദ്ദേഹം പറഞ്ഞില്ല, നല്ല മനുഷ്യരാണ്, സൗഹാർദ്ദപരമായി ഇന്ത്യക്കാർ ജീവിക്കുന്ന നാടാണ് ആൻഡമാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വാതിൽ പൂട്ടാതെയാണ് വീട്ടിൽ നിന്ന് പലപ്പോഴും പുറത്തു പോകുന്നത്. ഒരാളും വീട്ടിൽ കയറുമെന്ന് മോഷ്ടിക്കില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന മനുഷ്യരാണ്, സ്നേഹമുള്ള മനുഷ്യരാണ്. ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ആൻഡമാനിൽ വെച്ചേ മരിക്കുകയുള്ളൂ. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് തന്നെയാണ് ഇഷ്ടം. ഞാൻ തിരിച്ച് ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് സ്റ്റീഫൻ കോശിയുടെ ഒരു മെസ്സേജ് എൻ്റെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ വന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം എനിക്കത് വായിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് 1-2 മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ ആ മെസ്സേജ് എടുത്ത് വായിച്ചു. അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്തൊരു മെസ്സേജല്ല, അതിനകത്തൊരു കാർഡാണ്. ആ കാർഡിൽ ഈ സ്റ്റീഫൻ കോശിയുടെ ഒരു ഫോട്ടോയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെയുള്ള വരികൾ ഇങ്ങനെയാണ്: 2025 ജൂൺ മാസം 16-ാം തീയതി പോർട്ട് ബ്ലെയറിലെ പള്ളിയിൽ വെച്ച് രാവിലെ 9:30 സ്റ്റീഫൻ കോശിയുടെ മൃതസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വിവരം താങ്കളെ അറിയിക്കുകയാണ് എന്നായിരുന്നു ആ സന്ദേശം.
മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.